ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് 5 തേങ്ങയാണ് പൊതിച്ചത്. പക്ഷെ 5 തേങ്ങ ഒരുമിച്ച് ഇതിലിട്ട് വറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു 3 തേങ്ങ ചിരകിയതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് നല്ല വിറകടുപ്പിൽ വെച്ചിട്ടാണ് വറക്കണത്. വലിയ തീയിൽ വറക്കരുത്, ഒരുപാട് ആ തീ ആളി കത്തണ്ട. ആവശ്യത്തിന് തീയിട്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഇളക്കി കൊടുക്കണത് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താൽ ചമ്മന്തി കുഴഞ്ഞു പോകും. അപ്പോൾ നല്ല ചമ്മന്തി ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒട്ടും വേണ്ട. അതിന് ശേഷം ഒരു പ്രത്യേക കണക്കൊന്നുമില്ല, 2 പിടി ഉഴുന്ന് ഞാൻ അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് 2 പിടിയോളം പരിപ്പും ചേർത്തു. പിന്നെ ഒരു 10-20 ഉണക്കമുളക്, ഒരു 20ഓളം ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. വേപ്പില ഇഷ്ടം പോലെ ചേർക്കാം. വേപ്പില എത്ര ചേർത്താലും നല്ലതാണ്, പക്ഷെ ഒരുപാടായ കയ്പ്പൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു 10 ഇതൾ വേപ്പിലയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വേപ്പില ബൾക്കായിട്ട് കിട്ടിയതുകൊണ്ടാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു സ്പൂണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. മല്ലിപ്പൊടി വറുത്ത് ചേർക്കാറുണ്ട്. പിന്നെ ഇത് കായം പൊരിക്കണതാണ്, ഒരു 3-4 കഷ്ണം കായം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് ഒറ്റ കറക്കാൻ പാടുള്ളൂ, ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെയാണ് അതിൻ്റെ പരുവം. ലാസ്റ്റ് അരച്ചെടുത്തത് ഈ പരുവത്തിലായിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു. ഞാൻ ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ് കേട്ടോ.